നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പേര് ടാറ്റ കെമിക്കൽസ്. 1 വീക്ക് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഓരോ ക്യാൻഡിലും ഒരാഴ്ചയിൽ സ്റ്റോക്കിനുണ്ടായ പ്രൈസിലുണ്ടായ വേരിയേഷനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ലോങ് ടൈം വ്യൂവിൽ നമുക്കിവിടെ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ 2020 തൊട്ട് ഈ ഒരു സമയം വരെ സ്റ്റോക്ക് അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ ഈ ഒരു വീക്കിലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് പരിശോധിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റീജിയൻ 1050 റീജിയനിൽ ഒരു റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് ഇവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പം ഈ ഒരാഴ്ചത്തെ ക്യാൻഡിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഫോം ചെയ്യാൻ. അപ്പം ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല വോളിയത്തോടു കൂടിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീജിയൻ 1050 റീജിയണിന് മേളിൽ നമുക്കൊരു ക്ലോസിങ് വരുവാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ടോ, ഇവിടെ നല്ലൊരു വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവ്മെൻ്റാണ് കഴിഞ്ഞ ദിവസം ടാറ്റ കെമിക്കലിൽ കാണാൻ സാധിച്ചത്. നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് റീജിയണിന് മുകളിൽ നമുക്കൊരു ക്ലോസിങ് തരുവാണ് ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്കിൽ ഒരു ക്ലോസിങ് തരുവാണ്. അപ്പം ആ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, കുറച്ചും കൂടെ കൺഫർമേഷന് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ബിയറിഷ് ചാനൽ ഒരു ബ്രേക്ക് ഔട്ടും കൂടെ സംഭവിച്ചിട്ടുണ്ട് ഈ ക്യാൻഡിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു സ്വിംഗ് എൻട്രി നല്ലൊരു എൻട്രി ആയിരിക്കും എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ്, കൃത്യമായിട്ട് ടാർഗറ്റ് ഫോളോ ചെയ്ത് മാത്രം സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാലും ടാർഗറ്റ് ഹിറ്റ് ആയി കഴിഞ്ഞാലും എക്സിറ്റ് ആകാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എൻട്രി ഈ 1050 റീജിയണിന് മുകളിലാണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഏകദേശം 925 റീജിയനാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. ഏകദേശം 125 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്. നമുക്ക് ടാർഗറ്റും 125 അല്ലെങ്കിൽ 150 സംതിങ് ടാർഗറ്റ് വെക്കാം. 1:1 അല്ലെങ്കിൽ 1:1.5 സംതിങ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 1175 അല്ലെങ്കിൽ 1200 റീജിയൻ നമുക്കൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും സെറോദ, അപ്സ്റ്റോക്സ് പോലെയുള്ള ബ്രോക്കറിൽ GTT ഓർഡറിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി എടുത്തതിന് ശേഷം ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടാൽ മതി. എന്നും വാച്ച് ചെയ്യാതെ തന്നെ എപ്പോഴാണോ ആ പ്രൈസിലേക്ക് വരുന്നത് ആ ഒരു പ്രൈസിൽ എക്സിറ്റ് ആകുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോക്കി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ. അപ്പം തീർച്ചയായിട്ടും ഇത് എൻ്റെ അനാലിസിസ് ആണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇങ്ങനെയുള്ള അനാലിസിസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സ്റ്റോക്ക് ബ്രോക്കർ ആണെങ്കിലും ആ ഒരു സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്സൊക്കെ ആഡ് ചെയ്ത് വെക്കുക. നല്ലൊരു പ്രൈസ് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ എൻട്രി എടുക്കാം. കൃത്യമായിട്ട് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം എൻട്രീസ് എടുക്കുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.